നമുക്കൊന്നുകൂടെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്ക് ആധാരമായി സങ്കീർത്തനം 18-ാം അധ്യായം 2-ാം വാക്യമാണ് പ്രാർത്ഥനയോടെ നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവും ആകുന്നു. ആമേൻ. സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദാണ് ഈ സങ്കീർത്തനം 18-ാം സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. അവിടെ യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും, എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ, യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും. ആ വേർഡ് നിങ്ങളൊന്നുകൂടെ മനസ്സിൽ വയ്ക്കുക. എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പ്. രക്ഷയായ കൊമ്പ്, രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവും ആകുന്നു. സ്തോത്രം. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ട് എത്ര പേർക്ക് പറയാൻ പറ്റുന്നുണ്ട്? എൻ്റെ ദൈവം എൻ്റെ രക്ഷകനാണ്. എൻ്റെ ദൈവം എൻ്റെ രക്ഷയായ കൊമ്പാണ്. ഈ ഭാഗം ഒത്തിരി വിവരിക്കാനുണ്ടെങ്കിലും വളരെ വേഗത്തിൽ ഈ പകൽ ചില ചിന്തകളിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ടുണ്ട്. ചില വിഷയങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് പറയാൻ കഴിയട്ടെ, എൻ്റെ ദൈവം എൻ്റെ രക്ഷകനാണ്. പ്രവർത്തിക്കുവാൻ കഴിയാത്ത ഒരു ദൈവത്തിൻ്റെ അടുക്കലല്ല നാം ആയിരിക്കുന്നത്. ഇന്നും പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഉയർത്തെഴുന്നേറ്റ ഒരു രക്ഷകനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് തന്നെ നമ്മെ രക്ഷിച്ചു ദൈവം. എവിടെ നിന്ന്? പാപത്തിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിച്ചു, ശാപത്തിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിച്ചു. കാരണം നമ്മുടെ പാപത്തിൻ്റെ സകല ശിക്ഷകളും ക്രൂശിൽ കർത്താവ് വഹിച്ചു. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ എന്തു പറയുന്നത്? ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. നമുക്കതൊന്ന് വായിച്ചേ. റോമർക്ക് എഴുതിയ ലേഖനം 8-1 വേഗത്തിലൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. വളരെ വേഗത്തിൽ. അതുകൊണ്ടിപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ഒരു ശിക്ഷാവിധിയും ഇല്ല. അപ്പൊ ശിക്ഷാവിധിയിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിച്ചു. ഉറപ്പുണ്ടോ നിങ്ങൾക്ക്? രക്ഷിച്ച ദൈവം ശിക്ഷാവിധിയിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. അടുത്തത്, ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷിച്ച ദൈവം ഇനിയും നമ്മുടെ ജീവിതത്തിലെ ഏതെല്ലാം വിഷയങ്ങളിലാണോ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, അവിടെയും നമ്മെ രക്ഷിക്കാൻ മതിയായ ദൈവമാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത് പറഞ്ഞ്, എൻ്റെ ദൈവം രക്ഷിക്കുന്ന ദൈവമാണ്, എൻ്റെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്, എൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. തൻ്റെ പ്രാർത്ഥനയെ നിരസിച്ചു കളയാത്ത ദൈവം സ്വർഗത്തിൽ എനിക്കുണ്ട്. തക്ക സമയത്ത് അവൻ്റെ വിടുതലുകൾ ഞങ്ങൾക്ക് നൽകി മാനിക്കുവാനിടയാകും.